ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹോം തിയേറ്റർ നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ബാറ്ററിക്ക് വർക്ക് ചെയ്യുന്നത്, അതായത് 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് മാറ്റാൻ പോകുന്നത്. ഇതൊരു കാസ്ട്രോയുടെ ഹോം തിയേറ്ററാണ്, ഒരു 5.1 ഹോം തിയേറ്ററാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വെച്ച് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിൻ്റെ ബാക്കൊക്കെ കവർ അയച്ചിട്ട് സ്ക്രൂഒക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഇൻപുട്ട് സെക്ഷൻസ് സ്റ്റീരിയോ ഇൻപുട്ടും അതുപോലെ 5.1 ഇൻപുട്ടും ഇത് സ്പീക്കർ ഔട്ടാണ് വരുന്നത്. ഓക്കെ, നമ്മളതെല്ലാം അയച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യാം. സ്ക്രൂ അയച്ചിട്ടുള്ളൂ, നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ഉള്ളിൽ വരുന്നത്. നമുക്ക് വൂഫർ കാണാം, ചെറിയൊരു വൂഫറാണ്, 8 ohmsൻ്റെ വൂഫറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ഫോമർ വോൾട്ട് നമുക്ക് കാണിക്കാം. ഇൻപുട്ട് വോൾട്ട് 220 വോൾട്ട് ടു 50 ഹെർട്സിൽ, അതുപോലെ ഔട്ട്പുട്ട് 12 വോൾട്ട് 2 × 3.2 ആംപിയറാണ് വരുന്നത്. അതുപോലെ ഒരു 10.5 2.3 ആംപിയറും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ വേണ്ടതിൽ അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ്, നമ്മൾ ഈ ഒരു SMPS DC to DC SMPS അത് നമ്മളെ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകണം. എന്നിട്ട് നമുക്കത് DC-യിലേക്ക് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് ട്രാൻസ്ഫോമർ ഒന്ന് ഒഴിവാക്കാം, നമുക്ക് ഊരിയെടുക്കാം. ഓക്കെ, മാറ്റിക്കാം. നമുക്കത് DC-യിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള DC to DC SMPS ഇത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് തന്നെ ഫിറ്റ് ചെയ്യേണ്ടതാണ്. അതിന് മുന്നേ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മളെ ഈ ഹോളൊക്കെ നമ്മൾ ട്രാൻസ്ഫോമർ റിമൂവ് ചെയ്ത ഈ ഹോൾ നമ്മൾ നിർബന്ധമായിട്ട് ക്ലോസ് ചെയ്യണം. ഇല്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വർക്ക് ചെയ്യുമ്പം ഇതിൻ്റെ കൂടെ ഹെയർ പുറത്ത് പോകുമ്പം നമ്മുടെ സബിൻ്റെ ബേസ് വരുന്ന ബേസ് നമ്മൾ കറക്റ്റ് കിട്ടുക. ഒരു വിസിലിംഗ് സൗണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കേൾക്കാൻ കഴിയും. അത് ഈ ഒരു ഹോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ സബിൻ്റെ ബേസ് ഹെയർ ഇതിൽ ഈ ഒരു ഹോളിലൂടെ പോകുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യണം ആദ്യം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ ട്രാൻസ്ഫോമർ റിമൂവ് ചെയ്ത് ആ ഒരു ഹോൾ നമ്മൾ ഗം ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ SMPS ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമ്മൾ അതൊരു ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. SMPSന് സ്ക്രൂ ചെയ്യാനുള്ള മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വയ്ക്കാം. ഈ ഒരു രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഈ ഒരു രീതിയിൽ നമ്മൾ വയ്ക്കുകയാണ് സുഖമാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് സപ്ലൈ വരത്തി ഈ ഹോൾ വഴി തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. സ്വിച്ചിങ് ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കണക്ഷൻസ് എടുക്കുക. നമ്മൾ 3 വയർ ഉണ്ടാവും. ആ 3 വയർ നമ്മൾ ഇവിടുന്ന് സോൾഡിങ് ചെയ്യാം. നെഗറ്റീവും പോസിറ്റീവും ഗ്രൗണ്ടും. അതുപോലെ ഈ ഒരു വയർ നമ്മൾ സോൾഡിങ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ വെച്ച് ഇതിലേക്ക് ബോർഡിലേക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് എല്ലാ വയറും സോൾഡർ ചെയ്തിട്ടുണ്ട്. എല്ലാ വയറും എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിലെ വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്രൗണ്ട് വരുന്നത്, ഗ്രീന്, അതുപോലെ ബ്ലാക്ക് നെഗറ്റീവ്, റെഡ് പോസിറ്റീവ്, ഇത് രണ്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇൻപുട്ടിൽ വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇത് ബാറ്ററി പ്ലസ് പോസിറ്റീവ് വരുന്നത്, ഇത് അറിയുന്ന വയർ, അതുപോലെ ഇത് ബാറ്ററിയുടെ നെഗറ്റീവ്. ഓക്കെ, നമ്മളിതിൽ ഇവിടെ ഫിറ്റ് ചെയ്യാം. ഈ ഒരു ഇതിലൊന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, വയർ ചെയ്ത രീതികളൊക്കെ ഇതാണ്. ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇവിടെയാണ് നമ്മൾ വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ട് വയർ ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇൻപുട്ടിൻ്റെ നെഗറ്റീവോടെ പോസിറ്റീവോടെ RMOടെ. ഓക്കെ, നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യാം. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പം കുറച്ച് ഹൈറ്റിലായിട്ട് ഫിറ്റ് ചെയ്യണം. ഒരു സ്പേസർ ഇട്ടിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ SMPS ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സ്പേസർ ഇട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാം. അടിയിൽ ഫിറ്റ് തട്ടാത്ത രീതിയിൽ തന്നെ വേണം നമ്മൾ ഈ SMPS ഫിറ്റ് ചെയ്യാൻ. നമ്മൾ ഏതൊരു ബോർഡിൽ ഫിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ് ബോർഡായാലും നമ്മൾ അടിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ നെട്ടും ബോൾട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നെട്ടും ബോൾട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ. നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു കപ്പാസിറ്ററാണ് കണക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യരുത്. ഇവിടെ കണക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നോക്കിയിട്ട് അവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം അതൊന്ന് കണക്ട് ചെയ്യാം. നെഗറ്റീവും പോസിറ്റീവും നോക്കിയിട്ട് നെഗറ്റീവും പോസിറ്റീവ് എവിടെയാണെന്നുള്ള ആദ്യം നോക്കാം. നമ്മൾ ഈ സ്പീക്കർ സബിൻ്റെ വയർ ഒഴിവാക്കിയിടാം. ഓക്കെ, ഇതാണ് കപ്പാസിറ്റർ വരുന്നത്. കപ്പാസിറ്റർ ലൈൻ വരുന്നത് ഇവിടെയാണ്. അപ്പം ഈ ഒരു ഭാഗം നോക്കാം. ഇതാണ് ഒരു ഡയോഡിൻ്റെ ഔട്ട് വരുന്നത്. ഇവിടെ ആയിട്ടായിരിക്കും. ഇത് നെഗറ്റീവ്, കപ്പാസിറ്റർ നെഗറ്റീവ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നെഗറ്റീവ് സപ്ലൈയാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഇതിലെ ബ്ലാക്ക് വയറാണ് നമ്മൾ കപ്പാസിറ്റർ ഇവിടെ കണക്ട്. അപ്പോൾ നമ്മൾ സപ്ലൈ വയർ നമ്മളിതാ ഒരു കപ്പാസിറ്റർ നെഗറ്റീവിൽ, അതായത് നമ്മളൊരു ഭാഗമാണ് കപ്പാസിറ്റർ നെഗറ്റീവ് വരുന്നത്. ഇവിടെ പോസിറ്റീവാണ്. ഈ പോസിറ്റീവും ഇവിടുത്തെ ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും അവിടെ ജോയിൻ്റ് ചെയ്താണ്. അവിടെയാണ് നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്തത്. ഗ്രൗണ്ട് മീൻസ് ഗ്രീൻ വയർ നമ്മൾ അവിടെയാണ് കണക്ട് ചെയ്തത്. ഓക്കെ, ഗ്രീൻ വയർ നമ്മൾ ആ രണ്ട് കപ്പാസിറ്റർ ജോയിൻ്റ് അവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് കപ്പാസിറ്ററിൻ്റെ ഈ ഒരു വരയുള്ള നെഗറ്റീവ് കണക്ട് ചെയ്ത് പോസിറ്റീവ്, മറ്റേ കപ്പാസിറ്ററിൻ്റെ വരയില്ലാത്ത പോസിറ്റീവ് എക്സിലും
വരയില്ലാത്ത പോസിറ്റീവ് സെക്ഷനിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് അഡീഷണൽ ആയിട്ട് വേറെ സപ്ലൈ കൊടുക്കാനുണ്ട്. നമുക്കറിയാം നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് 2 ടാപ്പിങ്ങാണ് വന്നിരുന്നത്. ഒന്ന് വലിയൊരു ടാപ്പിങ്, അതുപോലെ തന്നെ മില്ലി ആമ്പയർ ടാപ്പിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് ഈ ഒരു കണക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കണക്ടർ കാണാം, ഈ ഒരു കണക്ടർ ലൈന് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഈ ഒരു വയർ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് 2 വയർ നമ്മൾ നേരത്തെ ഇവിടെ ജോയിൻ ചെയ്ത ഇതിലേക്ക് കണക്ട് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. നെഗറ്റീവും പോസിറ്റീവും നോക്കേണ്ട ആവശ്യമില്ല, രണ്ടും നോക്കി കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഓൾറെഡി ഇതിൻ്റെ ഗ്രൗണ്ടും നമ്മൾ ഇവിടെ കൊടുത്ത ഗ്രൗണ്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ 3 വയർ എടുക്കേണ്ട ആവശ്യം, 2 വയർ മാത്രമേ, ബ്ലൂ വയർ മാത്രമേ നമ്മൾ സോൾഡർ ചെയ്യുന്നത്. ഈ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലൂ വയർ ഒരു വയർ ഇവിടെയും കൊടുക്കുക, ഒന്ന് ഇവിടെയും കൊടുക്കുക. അത് നമ്മൾ പൊളാരിറ്റി നോക്കണ്ട, ജസ്റ്റ് കൊടുത്തിട്ട് മാത്രം മതി. പക്ഷേ ഇവിടെ തന്നെയാണ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കുള്ള സപ്ലൈ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത ഒരു വയറിൻ്റെ ഇവിടെ 2 വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. റെഡും ബ്ലൂവും. ഗ്രീനും നമ്മളതിൻ്റെ ഗ്രൗണ്ടിൻ്റെ അടുത്താണ് സോൾഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ബ്ലാക്കും ബ്ലൂവും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളത് ഫിറ്റ് ചെയ്തൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ബാറ്ററിക്ക് ഡയറക്റ്റ് കൊടുക്കാനുള്ള പോസിറ്റീവ് വയർ. അതുപോലെ ഇത് ബാറ്ററിയുടെ നെഗറ്റീവ് വയറുമാണ്. പിന്നെ ഇത് REM വയർ. ഈ REM വയർ നമ്മൾ സ്വിച്ച് വഴിയാണ് ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. കാരണം ഇത് ഡയറക്റ്റ് ബാറ്ററി കൊടുത്തിരുന്ന വയറാണ്. അപ്പോൾ ഇതൊരു സ്വിച്ച് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു സ്വിച്ച് ഇല്ലാതെ കറക്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാം പകരം. എന്നിട്ട് ഇവിടെ ഒരു സ്വിച്ച് യൂസ് ചെയ്താലും മതി. ടോട്ടല് 2 വേടെ ഒരു സ്വിച്ച് യൂസ് ചെയ്താലും മതി. ഓക്കെ, ഇത് രണ്ടോ നമ്മൾ കുട്ടി നമ്മളിത് ജോയിൻ ചെയ്തു. ഇന്ന് നമ്മൾ ഇതിലേക്കുള്ള സപ്ലൈ കൊടുക്കാം. 12 വോൾട്ട് സപ്ലൈയാണ് കൊടുക്കുന്നത്. പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു, നെഗറ്റീവ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മളിത് ഫ്രണ്ട് ഭാഗം കൊണ്ട് തിരിക്കാം. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ലൈറ്റൊക്കെ വത്തിയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാം. റിലീസ് ആയിട്ടുണ്ട്, വോളിയം കൂടുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് പെൻ ഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. പെൻ ഡ്രൈവ് സൈഡിലാണ് പെൻ ഡ്രൈവ് വരുന്നത്. സോഴ്സ് ബട്ടൺ സെലക്ട് ചെയ്ത് USB-യിലേക്ക് വെക്കാം. USB ഇപ്പോൾ റീഡിംഗ് ആണ്. ഇപ്പോൾ സോങ് പ്ലേ ആകുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ഗുഡ് ബൈ. ഇറ്റ്സ് മീ ഷാജു സൈനിങ് ഔട്ട്.